ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെട്ടെന്ന് നോക്കാനായിട്ട് പോകുന്ന എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നമ്മുടെ പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ, ഇന്ത്യയിലെ പൗരൻ ആരാ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കൈകാട്ടുന്നു. ഒരു 5 വിരലുള്ള ഒരു കൈ കൊണ്ട് കൈകാട്ടും, അല്ലാന്നുണ്ടെങ്കിൽ വിക്ടറി ചിഹ്നം കാട്ടും. അല്ലെ, അതാണ് 5 മുതൽ വിക്ടറി ചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി അല്ല 2 1 11. 5 മുതൽ 11 വരെയാണ് ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. ഏത് പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മുടെ രാജ്യത്തെയും പിന്നെ സ്റ്റേറ്റിനെ കുറിച്ചും യൂണിയൻ ടെറിട്ടറികളെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. അതായത് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ ലാൻഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പാർട്ട് 1 മുതൽ 4 വരെ. എങ്കിൽ പാർട്ട് 2 ഈ ലാൻഡിൽ താമസിക്കുന്ന പൗരന്മാരെയും പൗരത്വത്തെ കുറിച്ചിട്ടുമാണ് പറയുന്നതെന്ന് ഓർത്താൽ മതി. 5 മുതൽ 11 വരെ ആ രീതിയിൽ കണക്ട് ചെയ്യണം. നമ്മൾ ഇതിനു മുന്നേ ഭരണഘടനയിൽ നിന്നുള്ള ധാരാളം നല്ല നല്ല ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 448 വരെയുള്ളതിൽ നമ്മൾ പഠിക്കേണ്ട എല്ലാ ആർട്ടിക്കിളും കോഡിലൂടെ കണക്ട് ചെയ്ത് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 106 ഭേദഗതികളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട എല്ലാ ഭേദഗതികളും കോഡിലൂടെ കണക്ട് ചെയ്ത് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിസ്റ്റുകളെ കുറിച്ച് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ സിനിമാ കഥയിലൂടെയാണ് പഠിച്ചതല്ലേ. അതുപോലെ ഭരണഘടനയിൽ നിന്ന് നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിച്ച ക്ലാസ്സുകളുണ്ട്. പ്ലേലിസ്റ്റിൽ പൊളിറ്റി എന്ന ഭാഗത്ത് നോക്കിയാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ ക്ലാസിന്റെ ഒക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസിന്റെ ഒക്കെ നോട്ട് ഞാൻ അയച്ചേക്കാം. അപ്പൊ ക്ലാസിന്റെക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ആർട്ടിക്കിള് 5 അല്ലെ, പൗരത്വത്തെ കുറിച്ച് പറയുന്നത് പാർട്ട് 2 ആണ്. അപ്പൊ ഇന്ത്യൻ പൗരന്മാർ ഇങ്ങനെ കൈ കാണിക്കും എന്നാണ് പറഞ്ഞത്. 5 വിരലും കൊണ്ടിട്ട് ഹായ് കാണിക്കും, പിന്നെ വിക്ടറി ചിഹ്നം. 5 മുതൽ 11 വരെ. അപ്പൊ ആർട്ടിക്കിൾ 5 പറയുന്നത് എന്ത് എന്നാ, ഭരണഘടന നിലവിൽ വന്ന സമയത്ത്, ആ സമയത്ത് ഇന്ത്യയിൽ ജനിച്ചവർക്കോ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഇന്ത്യക്കാരാണ് എന്നുണ്ടെങ്കിലോ അല്ല എന്നുണ്ടെങ്കിൽ ദീർഘകാലം 5 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലോ അവർക്കെല്ലാവർക്കും ഇന്ത്യൻ പൗരനാവാൻ അവകാശമുണ്ട് എന്നാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ആർട്ടിക്കിൾ 5 പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും വന്നിട്ട് ഇന്ത്യക്കാരായിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരല്ലെങ്കിലും കുഴപ്പമില്ല, ദീർഘകാലമായിട്ട് 5 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നവരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരനാവാം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 5. ഒന്നുകിൽ ഇന്ത്യക്കാരൻ, അല്ലാന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ 5 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ആളായിരിക്കണം. ഓക്കെ അല്ലേ. എങ്കിൽ 6 പറയുന്നത്, ആർട്ടിക്കിൾ 6 എന്നാൽ ഇന്ത്യയിൽ നിന്നും കീറി മുറിച്ച് മാറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം ഏതാണ്? പാകിസ്ഥാൻ അല്ലേ. അന്നത്തെ പാകിസ്ഥാനില് ഇന്നത്തെ ബംഗ്ലാദേശും ചേരും. അങ്ങനെ 6 കീറി മുറിച്ച് മാറ്റപ്പെട്ട സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് കുടിയേറിയവർ എന്ന് ഓർത്താൽ മതി. അതിനൊരു നിബന്ധനയുണ്ട്. 1948 ജൂലൈ 19 എന്ന ഡേറ്റ് ആണ് ആ നിബന്ധനയ്ക്ക് വച്ചേക്കുന്നത്. 1948 ജൂലൈ 19 മുന്നേ ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്ത്യ മതി എന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രജിസ്ട്രേഷന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അവർക്ക് പൗരത്വം നൽകിയിരുന്നു. എന്നാൽ 1948 ജൂലൈ 19 ശേഷം ഇന്ത്യയിലേക്ക് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ പൗരത്വം എടുക്കേണ്ട അതുമായിട്ട് അനുബന്ധപ്പെട്ട അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് 6 മാസം ഇന്ത്യയിൽ താമസിക്കണം. അപ്പോഴായിരിക്കും പൗരത്വം നൽകുന്നത്. എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, 1948 19 വയസ്സായ ജൂലിയെ വെച്ചിട്ടാണ് അവൻ ഈ കാര്യം ഓർത്തേക്കുന്നതെന്ന്. ജൂലി 19 വയസ്സിന് മുന്നേ ആണ് വരികയാണെന്നുണ്ടെങ്കിൽ പൗരത്വം ഈസി ആയിട്ട് കിട്ടും. എങ്കിൽ 19 കഴിഞ്ഞതിന് ശേഷം 1948 ജൂലി 19 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 6 മാസം താമസിക്കുകയും വേണം, രജിസ്റ്ററും ചെയ്യണം എന്നാണ് പറഞ്ഞത് പൗരത്വം എടുക്കാൻ. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അപ്പൊ 6 കീറി മാറ്റിയ പ്രദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് വരുന്നവരെ കുറിച്ച് അതിന്റെ ഡേറ്റ് എന്നാൽ 1948 ജൂലൈ 19 ആണ്. അത് 19 കാര്യമായ ജൂലൈ 1948 ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. എങ്കിൽ 7 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ
അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെ കുറിച്ചിട്ടാണ് 6ൽ പറഞ്ഞത്. എങ്കിൽ 7ൽ പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ആൾക്കാരെ കുറിച്ച് എന്ന് ഓർത്താൽ മതി. അതെന്ത് എന്നാൽ ഇങ്ങനെ ഓർത്താൽ മതി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം 1947 അല്ലേ. അപ്പൊ 1947 മാർച്ച് 1 ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് മാർച്ച് ചെയ്ത് കുറച്ച് ആൾക്കാർ പോയി എന്നോർത്തോളൂ. എന്നിട്ട് അവർക്ക് ആർക്കും അവിടെ അത്ര സുഖിച്ചില്ല. എങ്കിൽ പുനരധിവാസ പെർമിറ്റ് വഴി തിരിച്ചവർ ഇന്ത്യയിലേക്ക് മടങ്ങി എത്തുകയാണ്. ഡേറ്റ് ഇവിടെയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആർട്ടിക്കിൾ 6ൽ പറഞ്ഞതുപോലെ മടങ്ങി എത്തുന്നത് ജൂലൈ 19 മുമ്പാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. എങ്കിൽ ജൂലൈ 19 ശേഷമാണ് എന്നുണ്ട് എങ്കിൽ ആർട്ടിക്കിൾ 6ൽ പറഞ്ഞതുപോലെ ഇന്ത്യയില് അതുമായി അനുബന്ധപ്പെട്ട് അതോറിറ്റിയുമായി രജിസ്റ്റർ ചെയ്ത ശേഷം ഇന്ത്യയിൽ 6 മാസത്തോളം താമസിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ആർട്ടിക്കിൾ 6ൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ആർട്ടിക്കിൾ 6ൽ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്നും വരുന്ന ആൾക്കാർ ജൂലൈ 19 മുമ്പാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം ലഭിക്കും. എങ്കിൽ ജൂലൈ 19 ശേഷമാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം 6 മാസത്തോളം ഇവിടെ താമസിക്കണം എന്നല്ലേ. അതുപോലെ തന്നെയാണ് ആർട്ടിക്കിൾ 7 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മാർച്ച് ചെയ്തു പോയി എന്നോർത്താൽ മതി. 1947 മാർച്ച് 1 സ്വാതന്ത്ര്യം കിട്ടിയ വർഷം അങ്ങോട്ട് പോയിട്ട് പിന്നെ പുനരധിവാസ പെർമിറ്റ് വഴി തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി എത്തുകയാണ്. ഇവിടെയും 6ൽ പറഞ്ഞ പോലത്തെ ആ ഡേറ്റ് ആണ് രണ്ടാമത് ഓർക്കേണ്ടത്. ജൂലൈ 19. ജൂലൈ 19 മുമ്പാണ് പുനരധിവാസ പെർമിറ്റ് വഴി മടങ്ങി എത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം ലഭിക്കും. അല്ല എന്നുണ്ടെങ്കിൽ 19 ശേഷമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം 6 മാസത്തോളം താമസിക്കണം. ഇതാണ് 7ൽ പറയുന്നത്. 5, 6, 7 ഓക്കെ അല്ലേ. എങ്കിൽ നമുക്ക് 8ലേക്ക് കിടക്കാം. ആർട്ടിക്കിൾ 8ൽ ആട് ജീവിതം എന്ന് ഓർത്തോളൂ. ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് വന്നിട്ട് പ്രവാസിയല്ലേ. അയ്യോ അതേപോലെ ഡാർക്ക് ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് കോഡനായിട്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ 8ൽ ആട് ജീവിതം അത് വെച്ചിട്ട് പ്രവാസിയാണ് എന്ന് കണക്ട് ചെയ്യണം. ഇത് എന്ത് എന്നാൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജർക്ക് പൗരത്വം നേടാനുള്ള വ്യവസ്ഥയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 8. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജർ അവരുടെ മാതാപിതാക്കളും അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും വന്നിട്ട് ഇന്ത്യക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം മതി എന്നുണ്ട് എങ്കിൽ ഇന്ത്യൻ എംബസിയിലോ കോൺസുലേറ്റിലോ പോയി രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഈ രാജ്യത്താണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്, നമുക്ക് ഇന്ത്യൻ പൗരത്വം മതി എന്ന്. അപ്പൊ അവർ ചെക്ക് ചെയ്തതിനു ശേഷം ഇന്ത്യൻ പൗരത്വം കൊടുക്കും. ഓക്കെ. അപ്പൊ പ്രവാസികളെ കുറിച്ച് ഓർത്താൽ മതി. പ്രവാസികൾ അവിടെ പോയതിനു ശേഷവും ഇന്ത്യക്കാരായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കോൺസുലേറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അപ്പൊ അവർ ചെക്ക് ചെയ്യുന്നത് എന്താണ്? മാതാപിതാക്കൾ ഇന്ത്യക്കാരാണോ നോക്കും. അവരുടെ മാതാപിതാക്കളുടെയും മാതാപിതാക്കളും ഇന്ത്യക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ വ്യവസ്ഥ വെച്ചിട്ട് ലഭിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പൊ ആർട്ടിക്കിൾ 8ൽ ആട് ജീവിതം അത് വെച്ചിട്ട് പ്രവാസി എന്ന് ഓർത്തോളൂ. എങ്കിൽ ആർട്ടിക്കിൾ 9ൽ പറയുന്നത് എന്ത് എന്നാൽ 9ൽ കൽപ്പന എന്നോർത്തോളൂ. കൽപ്പന സർവളെ കുറിച്ചിട്ട് ഓർത്താൽ മതി. അവര് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ത്യൻ വംശജീയമാണ്. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ. സ്വമേധയാ ഒരു വിദേശ രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. കാരണം നമ്മുടെ രാജ്യത്ത് ഏക പൗരത്വ വ്യവസ്ഥയെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ 8ല് എന്ന് പറയുമ്പോഴത്തേക്കും വിദേശത്തെ രാജ്യത്ത് പോയിട്ടും അവർക്ക് ഇന്ത്യൻ പൗരത്വം വേണമെന്നുണ്ട് എങ്കിൽ അവർക്കോ അവരുടെ മാതാപിതാക്കൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ മാതാപിതാക്കളോ ആരെങ്കിലും ഒക്കെ ഇന്ത്യക്കാരാണ് എന്നുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും എംബസി വഴി പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം കിട്ടും. എങ്കിൽ 9ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയതിനു ശേഷം സ്വമേധയാ അവർ വേണ്ട എന്ന് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. കാരണം നമ്മുടെ രാജ്യത്ത് ഏക പൗരത്വ വ്യവസ്ഥയാണുള്ളത്, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല എന്നോർത്തോളൂ. അപ്പൊ 9ൽ കൽപ്പന, 8ൽ ആട് ജീവിതം അങ്ങനെ കണക്ട് ചെയ്യണം. എങ്കിൽ ഇനി നോക്കേണ്ടത് ആർട്ടിക്കിൾ 10, 11 എന്നിവയാണ്. ആർട്ടിക്കിൾ 10ലും 11ലും പാർലമെന്റിന്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട പവറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അഥവാ കേന്ദ്ര ഗവൺമെന്റിന്റേത് എന്ന് ഓർത്തോളൂ. അപ്പൊ 10 എന്ത് എന്നാൽ ഭരണഘടനാ പ്രകാരം പൗരനായ ഏതൊരു വ്യക്തിയുടെയും പൗരത്വ അവകാശങ്ങൾ പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി തുടരുന്നതാണ്. പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമം ഉണ്ടല്ലോ, അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ പൗരന്റെയും പൗരത്വ അവകാശം ഉള്ളത്. കാരണം ഈ പൗരൻ വന്നിട്ട് കയ്യിലിരിപ്പ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഈ പൗരത്വം എടുത്ത് കളയാനും പറ്റും. അത് ഏതൊക്കെ രീതിയിൽ കളയാം, ഏതൊക്കെ രീതിയിൽ നേടാം എന്ന് നമ്മൾ 1955 സിറ്റിസൺഷിപ്പ് ആക്ട് ഉടനെ തന്നെ പഠിക്കുന്നതായിരിക്കും. അത് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇത്രയും ഓർത്താൽ മതി. ആർട്ടിക്കിൾ 10 പ്രകാരം പാർലമെന്റിന്റെ നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഒരു പൗരന് ഏതൊക്കെ രീതിയിൽ പൗരത്വം നേടാമെന്നും ഏതൊക്കെ രീതിയിൽ നഷ്ടമാകാമെന്നും പറയുന്നതാണ് ആർട്ടിക്കിൾ 10 എന്നോർത്തോളൂ. എങ്കിൽ ആർട്ടിക്കിൾ 11 എന്ത് എന്നാൽ പൗരത്വം നേടുന്നതിനും അത് റദ്ദാക്കുന്നതിനും നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് മാത്രമാണ് പൂർണ്ണ അധികാരമുള്ളത്. അല്ലെ, ഏതൊരു നിയമവും വന്നിട്ട് നിർമ്മാണം നടത്താനായിട്ട് അവകാശമുള്ളതാര്?
പാർലമെന്റ് ആണല്ലേ, അവിടെ മെജോറിറ്റി ഒക്കെ നേടിയതിനു ശേഷം വന്നിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കി പിന്നെ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുമ്പോഴത്തേക്കും നിയമമായി മാറും. അതുപോലെ തന്നെയാണ് സിറ്റിസൺഷിപ്പിനും. ഇവിടെയും എന്തെങ്കിലും നിയമനിർമ്മാണം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൂർണ്ണ അനുവാദം പാർലമെന്റിനാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 11. അപ്പൊ 11 അതില് പാർലമെന്റിനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു. 10 എന്നുണ്ടെങ്കിൽ പാർലമെന്റ് എങ്ങനെ പാസ്സാക്കുന്ന ഈ അവകാശവുമായി ബേസ് ചെയ്തായിരിക്കും ഏതൊരു പൗരന്റെയും പൗരത്വം നിലനിൽക്കുന്നത്. അതുവഴി അവന് നേടാനും കഴിയും, അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നത് 1955 സിറ്റിസൺഷിപ്പ് ആക്ടിലാണ്. അപ്പൊ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഉടനെ തന്നെ ആ ക്ലാസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത്. ഭരണഘടനയെ ബേസ് ചെയ്തിട്ട് വേറെയും ധാരാളം ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിലെ പ്ലേലിസ്റ്റിലെ പൊളൈറ്റി എന്ന ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മതിയാവും. ആർട്ടിക്കിളുകളെ കുറിച്ച് ചെയ്ത ക്ലാസ്, ഭേദഗതികളെ കുറിച്ച് ചെയ്ത ക്ലാസ്, ലിസ്റ്റുകളെ കുറിച്ച് ചെയ്ത ക്ലാസ് ഉണ്ട്. പിന്നെ വന്നിട്ട് ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ, വിദേശ രാജ്യത്തു നിന്നൊക്കെ നമ്മൾ ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ടല്ലേ. ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പൊ ആ ആശയങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയാണ് കടമെടുത്തിട്ടുള്ളതെന്ന് കൂടുതലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭരണഘടനയിൽ നിന്നും നമ്മൾ ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ് എല്ലാം ഉറപ്പായും നിങ്ങൾക്ക് മത്സര പരീക്ഷയിൽ ഉപകാരപ്പെടും. അപ്പൊ പ്ലേലിസ്റ്റിൽ പോയാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഈ ക്ലാസിന്റെ ഒക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസിന്റെ നോട്ട് അയച്ചേക്കാം. എങ്കിൽ ക്ലാസ് റെഗുലറായിട്ട് നിങ്ങളിലേക്ക് ഇനി എത്തുവാനായിട്ട് ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.